നമസ്കാരം, ഞാൻ ഡോക്ടർ സാജി ടോക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ചുമച്ചാലോ തുമ്മിയാലോ മൂത്രം പോകുന്ന ഒരു പ്രവണത വളരെ സ്വാഭാവികമായി ഇന്ന് നമ്മുടെ പല അമ്മമാരിലും അല്ലെങ്കിൽ പല സ്ത്രീകളിലും ഒക്കെ കാണാറുണ്ട്. ഈ ഒരു വിഷയം കൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത ഒരു അപകർഷതാബോധം അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയം പുറത്ത് പറയാനുള്ള ഒരു മാനസികമായ ബുദ്ധിമുട്ട്, ഒരു ഡോക്ടറെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുവാനുള്ള ഒരു വിഷമം, ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നു. അടുത്ത കാലത്ത് ഈ ഒരു പ്രവണത വളരെയധികം കൂടി വരുന്നു. ഒരു 5 സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലൊരു 2 പേരെങ്കിലും കുറച്ച് പ്രായമായിട്ടുള്ളവർ പൊതുവെ ഇത് ഒരു വലിയ പ്രശ്നമായി കാണുന്നു. വിഷമിക്കേണ്ട, ഇതിനുള്ള പരിഹാരമുണ്ട്. ആ പരിഹാര മാർഗവുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാധാരണ ഈ ഒരു അവസ്ഥയെ പറയുന്ന ഒരു പേരാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. മൂത്രം നിൽക്കുന്നില്ല, പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, മൂത്രം താനെ പോകുന്നു എന്നുള്ളൊരു പ്രവണതയ്ക്കാണ് സാധാരണ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇൻകോണ്ടിനൻസ്, സാധാരണ മൂത്രം നിൽക്കാത്ത ഒരവസ്ഥ ഇൻകോണ്ടിനൻസ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? തീർച്ചയായും നമുക്കറിയാം, ഇത് കൂടുതലും സ്ത്രീകളിലാണ് ഇങ്ങനെ കണ്ടുവരാറുള്ളത്. ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കൂടുതലും ഒരുപക്ഷെ അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും, പുരുഷന്മാരെക്കാളേറെ. അതിൻ്റെ അർത്ഥം പുരുഷന്മാർ കഷ്ടത അനുഭവിക്കുന്നില്ല എന്നുള്ളതല്ല. പക്ഷേ അടുത്തൊരു ജന്മം കൊടുക്കുവാനും ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് അതിനുള്ളൊരു മൾട്ടി ടാസ്കിങ് കഴിവുണ്ട് എന്നുള്ളതാണ്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് കൂടുതലായി കൊണ്ട് തന്നെ അത് പുരുഷന് താരതമ്യേന കുറവാണ്. ഇപ്പോൾ സ്ത്രീയുടെ ശക്തിയോ അല്ലെങ്കിൽ ദൗർബല്യത്തെക്കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പോലും സാധാരണയായി ഇത് പ്രസവാനന്തരം ആണ് കൂടുതലായി കാണപ്പെടുന്നത്. ആ പ്രസവാനന്തരം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ കൂടുതലായിട്ടും നമുക്കത് കാണാൻ കഴിയുന്നത് ഒരു നോർമൽ പ്രസവം, ഞാൻ ഉദ്ദേശിച്ചത് സിസേറിയൻ അല്ലാത്ത പ്രസവത്തിലാണ് നമ്മൾ കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. നോർമൽ എന്ന് പറയാനാവില്ല, സിസേറിയൻ അല്ലാത്ത ഒരു പ്രസവം. മറ്റു ചില പ്രസവങ്ങൾ നമുക്കറിയാൻ പലതരത്തിലുള്ള ഫോഴ്സസ് ഡെലിവറി, വാക്യൂം ഡെലിവറി, ഇങ്ങനെ പലതരത്തിലുണ്ട്. ഫോഴ്സസ് ഡെലിവറി, ഫോഴ്സസ് ഒരു ചണ പോലെ ഒരു ഇത് വെച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ വലിച്ച് എടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പ്രയാസം സ്ത്രീകൾ അനുഭവിക്കാറുണ്ട് അത്തരം പ്രസവം. ചുരുക്കത്തിൽ പ്രസവത്തോടനുബന്ധിച്ച് സ്ത്രീയുടെ പെൽവിക് ഫ്ലോർ മസിൽസ്, അതായത് മൂത്രാശയവും അനുബന്ധമായ അവയവങ്ങളെ താങ്ങി നിർത്തുന്ന, നമ്മുടെ കീഴ്വയറിന് താഴെ ഉള്ള അവയവങ്ങളെ താങ്ങി അല്ലെങ്കിൽ നിർത്തുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന ആ തരത്തിലുള്ള മസിൽസിൻ്റെ വീക്ക്നെസ്സാണ് ഇത്. വളരെ പ്രസവത്തോടു കൂടി ഉണ്ടാവാം. പ്രസവത്തോടു കൂടി നമുക്കറിയാം ഒരുപാട് വേറെ ടയർ ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഒരു കുഞ്ഞെ പുറത്ത് വരാൻ വേണ്ടി നമുക്കറിയാം എപ്പിസോട്ടമി എന്നൊരു പ്രക്രിയയുണ്ട്. അത് വെട്ടി വീഴുക എന്നുള്ളതാണ്. വീണ്ടും അതായിട്ട് നിന്ന് ഒരുപാട് എലാസറേറ്റ് പലതരത്തിലുള്ള ഇഞ്ചുറീസ്, മുറിവുകൾ ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു പ്രക്രിയയാണത്. ആ പ്രക്രിയയിൽ കടന്ന് വരുമ്പോൾ ഉള്ള ആ മസിലിൻ്റെ ഒരു ശക്തി ശോഷണം, ഒപ്പം അവിടെ ഉള്ള ആ നെർവ്സിൻ്റെ, നാഡീവ്യൂഹങ്ങളുടെ ഒരു ബലക്കുറവ് കൊണ്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഒരു അമിതമായ ഭാരം കൂടുന്ന സ്ത്രീകളിലും ഇത്തരമൊരു അവസ്ഥയുണ്ട്. കാരണം ഈ ശരീരഭാരം നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ കൊഴുപ്പും മാറ്റിയുള്ള ഇതെല്ലാം കൂടെ താങ്ങി നിർത്തുവാൻ ഈ പേശികൾക്ക് ശക്തിയില്ലാതെ പോകുന്നു. അങ്ങനെ ഈ പേശി ദുർബലമാകുന്നു. അങ്ങനെ ദുർബലമാകുമ്പോൾ ഇവർക്ക് പലതരത്തിലും ഈ മൂത്രം ഒന്ന് പിടിച്ചു വയ്ക്കാനോ അത് കൺട്രോൾ ചെയ്യാനോ കഴിവില്ലാതെ വരുന്നു. അപ്പം പ്രസവത്തോടനുബന്ധിച്ചൊന്ന് ഒബിയസിറ്റി അല്ലെങ്കിൽ ഭാരക്കൂടുതൽ രണ്ടാമത്തെ ഒരു കാര്യം. 3, നമ്മുടെ ഒരു മെനോപാസൽ ടൈം, മാസമുറ നിൽക്കാറായ സമയത്ത് അല്ലെങ്കിൽ അത്തരം സ്ത്രീകളിൽ ഇന്ന് വളരെ സർവ്വസാധാരണമായി പലപ്പോഴും വളരെ ചെറുപ്പക്കാരിൽ പോലും ഇത് കണ്ടുവരാറുണ്ടെങ്കിൽ പോലും മാസമുറ നിൽക്കാറായ സ്ത്രീകളിൽ നമ്മളിത് കൂടുതലായിട്ട് വീണ്ടും കാണുന്നു. അത് ഹോർമോണൽ വ്യത്യാസം കൊണ്ടാണ്. ഈസ്ട്രജൻ്റെ ഒരു കുറവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായും ഈ പറയുന്ന പേശികൾക്ക് ആവശ്യമായ ദൃഢത കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഹോർമോണൽ വേരിയേഷൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, 1 ഭാരക്കൂടുതൽ, 2 പ്രസവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹോർമോണൽ വേരിയേഷൻസ്. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള നോർമൽ ഡെലിവറി, ഒന്നിലധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നോർമൽ ഡെലിവറിയും ഇത്തരം ഒരു പ്രശ്നം സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്.
ഇത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാം മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് എത്രയോ അധികം പ്രസവങ്ങൾ നടന്നിട്ടും യാതൊരുവിധ കുഴപ്പവുമില്ലാത്ത സ്ത്രീകളുണ്ടായിരുന്നു. തീർച്ചയായും അത് അവരുടെ ജീവിത രീതിയും ആരോഗ്യ രീതിയും അവരുടെ വ്യായാമത്തിൻ്റെയും, കാരണം അന്നത്തെ ഒരു ജോലിയുടെ ഇതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള വ്യായാമം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു വ്യായാമവും കാര്യങ്ങൾ കൊണ്ട് തീർച്ചയായും അവർക്ക് അതിനുള്ള ഒരു പ്രശ്നങ്ങൾ നിലവിൽ വരാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾക്ക് അടിസ്ഥാനമായി ഒരു കാരണമായി മാറുന്നത്. ഇനി നമുക്കറിയാം, ഈ ഭാരം കൂടുന്ന സമയത്ത് തന്നെ പൊതുവെ ഒരു മെറ്റബോളിക് സിൻഡ്രോം പോലെ പല വീടുകളിലും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഭാരം കൂടിക്കഴിയുമ്പോൾ അത് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത്രയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും ആ വ്യക്തി ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് പോളിഫേജിയ, പോളിയൂറിയ, അമിതമായ ഭക്ഷണം കഴിക്കുക, അമിതമായ മൂത്രം പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ എന്താണ് പറയേണ്ടത്, അത് പ്രമേഹത്തിന് മുന്നോടി അല്ലെങ്കിൽ പ്രമേഹത്തോടു കൂടി കൂടുതലായി മൂത്രം പോകണം എന്നുള്ളതും, അതുമാത്രമല്ല പ്രമേഹ രോഗം തന്നെ പലതരത്തിലുള്ള നമുക്കറിയാമല്ലോ, ഡയബറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രമേഹം തന്നെ നമ്മുടെ ഉള്ളംകാല് തൊട്ട് നമ്മുടെ തലവരെ ബാധിക്കുന്ന എല്ലാ അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. നമ്മുടെ മസിൽസ് ശോഷണം സംഭവിക്കുന്നതാണ്. ചില ടൈപ്പ് 1 പ്രമേഹത്തിലാണ് നമുക്കറിയാം ആൾക്കാർ വളരെയധികം മെലിഞ്ഞു പോകുന്ന ഒരു രീതി നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയും കാര്യങ്ങൾ കൊണ്ടാണ് ഇവർക്ക് മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നതും മൂത്രം അറിയാതെ പോകുന്നതും. അപ്പോൾ ഏറെക്കുറെ ഞാൻ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് നമുക്കിതിനകത്തുള്ള ഒരു പരിഹാര മാർഗം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കുറച്ച് പരിഹാര മാർഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പെൽവിക് ഫ്ലോർ മസിൽസിന്, ഞാൻ നേരത്തെ പറഞ്ഞ മൂത്രാശയവുമായി അനുബന്ധിച്ച അവയവങ്ങളുടെ ആ താങ്ങി നിർത്തിയിരിക്കുന്ന മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള ചില എക്സസൈസുകളാണ്. കെഗാൾസ് എക്സസൈസ് എന്ന് പറയുന്ന അത്തരം എക്സസൈസുകളുടെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ നമ്മളിവിടെ കൊടുക്കുന്നതുമാണ്. അപ്പോൾ അരയ്ക്ക് താഴെയുള്ള മസിൽസിന് വയറ് അനങ്ങണം എന്നുള്ളതാണ്. വയറിന് താഴോട്ടുള്ള മസിൽസിൻ്റെ ബോഡി പാർട്സിന് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പും ബാക്കിയുള്ള ഭാഗവും ദൃഢപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യായാമം തീർച്ചയായും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഇതിന് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള അവിടെ ആ മസിലും ഒപ്പം നമ്മുടെ യോനി ഭാഗത്തുള്ള സ്ത്രീകളുടെ യോനി ഭാഗത്തുള്ള അത്തരം ആ ഭാഗത്തുള്ള മസിലും, ഈ 2 മസിലുകളും ഒരുമിച്ച് ഇങ്ങനെ എക്കി പിടിക്കുക എന്നുള്ളതാണ്. കോൺട്രാക്റ്റ് ചെയ്യുക, അത് ഒരു കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, പിന്നെ റിലാക്സ്, അതിനെ വിടുക. ഈ ഒരു എക്സസൈസ് തീർച്ചയായും അവിടുത്തെ മസിൽസിന് കൂടുതലായി രക്തയോട്ടം കൊടുക്കുകയും ഈ പ്രശ്നങ്ങൾക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ഇവർക്ക് മാത്രമെന്നുമല്ല, ഏകദേശം മൂലക്കുരു പോലെ, ഹെമറോയിഡ്സ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്കും ബാക്കി ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ളവർക്ക് ഇതിന് ചുരുക്കത്തിൽ ഒരു സെക്ഷൽ റിജുനേറ്റ് എന്ന് വേണമെങ്കിലും അത്തരം ഒരു രീതിയെ തന്നെ പറയാം. ഒരു കായകൽപ്പയോഗമെന്ന് സ്വാമി വേദാന്തഗിരി അഡ്വൈസ് ചെയ്തിരിക്കുന്ന ഒരു യോഗക്രിയയുണ്ട്. ആ ക്രിയക്കകത്തും ഉള്ള ഒരു എക്സസൈസാണ് ഈ ഒരു ഇത്. അപ്പോൾ ഈ ഭാഗത്തും അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്തുമുള്ള മസിലുകൾ സ്വയം തന്നെ സ്ത്രീകൾ വെറുതെ ഇരിക്കുമ്പോഴോ ഏതെങ്കിലും ജോലി തരത്തിൽ എപ്പോഴാണെങ്കിലും ശരി അവർക്ക് സ്വയം ചെയ്യാനുള്ളതാണ്. വളരെയധികം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് സങ്കോചിപ്പിച്ച് പിടിക്കുക, കുറച്ച് നേരം അതങ്ങനെ ഹോൾഡ് ചെയ്യുക, വീണ്ടും റിലാക്സ് ചെയ്യുക. ഇത് ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെ ഒരു 15ഓ 20ഓ പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെയധികം നേട്ടം ഈ പറയുന്ന ഈ സ്ത്രീകൾക്ക് ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അത് മാറാൻ സഹായിക്കുമെന്നുള്ളതാണ്. അതിനോടൊപ്പം പറയാനുള്ളതാണ്, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ സ്ത്രീസഹജമായ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം, അതിപ്പോൾ ഒരു പ്രൊലാപ്സ് യൂട്രസ് തള്ളി വരുന്ന പ്രശ്നമാകട്ടെ, മറ്റെന്ത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഒരു പൈൽസിൻ്റെ പ്രശ്നമായിട്ട് ബാക്കിയുള്ള പ്രശ്നം ഏതാണെങ്കിലും ശരി, ഹിപ്പ് ബാത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അത് ഒരു ടബിനകത്ത് നമ്മുടെ കാലിൻ്റെ കാൽഭാഗമെങ്കിലും മുങ്ങി വരത്തക്ക രീതിക്ക്, അതായത്
ഒരു മുട്ടിന് താഴെയുള്ള നമ്മുടെ കണങ്കാൽ മസിലിനോട് ചേർന്ന് വരത്തക്ക രീതിക്ക് വരുന്ന അളവിനുള്ള വെള്ളം, ലൂക്ക് വാം വാട്ടർ, ഇളം ചൂടുള്ള വെള്ളം. അതിന് മറ്റ് അനുബന്ധ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഡിസിൻഫെക്റ്റൻ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിനകത്ത് ലൂക്ക് വാം വാട്ടറിൽ വേണം കുറച്ചൊരല്പം ഉപ്പിട്ടതിന് ശേഷം, അല്പം കല്ലുപ്പ് ഇട്ടതിന് ശേഷം അരമുങ്ങത്തക്ക രീതിക്ക് ഇതിനകത്ത് ഈ ടബിൽ ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെയധികം സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ പെൽവിക് ഫിസിയോതെറാപ്പി നല്ല രീതിക്ക് നമ്മുടെ ഇടുപ്പും അതിന് ചുറ്റുഭാഗമുള്ള ഭാഗത്ത് എക്സസൈസിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന തരത്തിലുള്ള എക്സസൈസുകൾ പ്രധാനമായും പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യായാമം കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു അപർഷതാബോധം കൊണ്ട് ആരും പുറത്ത് പറയാതിരിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും പല സ്ത്രീകൾക്കും ഈവൻ ചെറുതായിട്ടൊരു ചുമയ്ക്കുമ്പോഴും അറിയാതെ മൂത്രം പോകുന്നതും, ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നതിന് മുമ്പ് മൂത്രം പോകുന്ന തരത്തിൽ കണ്ട് വളരെയധികം വിഷമിക്കുന്ന ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ നമ്മളെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഇത് വളരെയധികം ഒരു പരിഹാരം ആയി ഉണ്ടാവുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മസിൽസ് എക്കിപ്പിടിക്കുന്ന തരത്തിലുള്ള ആ ഒരു എക്സസൈസിനാണ് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ ഒരു സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിക്ക് ശേഷം അമിതമായ വെള്ളം കുടിക്കുക, പകലാവാം വെള്ളം കുടിക്കുക എന്നുള്ള പ്രവണത നമ്മൾ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് രാത്രിക്ക് ശേഷം. രാത്രി ആയിക്കഴിഞ്ഞാൽ, കാരണം ഒരുപക്ഷെ ഉറക്കത്തിന് പെട്ടെന്ന് എണീറ്റ് പോയി ഇത് വിസർജനം നടത്താനുള്ള ഒരു പ്രയാസവും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ രാത്രിക്ക് ശേഷം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തിന് വളരെയധികം പ്രയോജനം ഉണ്ടാകുമെന്ന് കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്തരം വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. ഡോക്ടർ സായിജി ടോക്സ് മറ്റു അടുത്തൊരു വിഷയവുമായി വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നതാണ്. നിങ്ങളോട് തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അവിടെ രേഖപ്പെടുത്താം. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായു എങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അത് മറക്കാതിരിക്കുക. തുടർന്നും മറ്റു വീഡിയോകളായി നിങ്ങളുടെ മുമ്പിലെത്തും. വരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.